ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും കാർത്തൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ഈ വീഡിയോ എടുക്കുന്നത് ഏപ്രിൽ 8-നാണ്. അങ്ങനെയൊക്കെ എനിക്ക് 24 വയസ്സ് തികയാണ് ഗായ്സ്. അങ്ങനെ ഞാൻ 24-കാരി ആയിരിക്കുന്നു. അങ്ങനെ അന്നത്തെ ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എന്നെ കൊണ്ടാവുന്ന ഇത് എടുക്കുന്നുണ്ട് കേട്ടോ. ഭരതമോനും വെച്ചിട്ട് അങ്ങനെ ഫുൾ വീഡിയോ അതിന് എടുക്കാൻ പറ്റുമോ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എന്നാലും അത്യാവശ്യത്തിനൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ ചായക്ക് പുട്ടും മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ പുട്ടതിൻ്റെ പൊടിയൊക്കെ നനച്ചിട്ട് നമുക്ക് കുറ്റിയിലൊക്കെ നിറച്ച് ഗ്യാസിൽ വെക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ചായക്ക് കടിയിൽ നിന്നൊക്കെ ഉള്ളത് നമുക്ക് കമൻറ്റ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ കോഴിക്കോട്ടുകാരും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളിതാ കുറ്റിക്ക് നിറച്ചുന്നുണ്ട്, ഗ്യാസിൽ വെക്കുന്നുണ്ട്. ഒരടുപ്പത്ത് കുക്കറിൽ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മളെ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. അങ്ങനെ സ്പീഡിൽ ചെയ്യുന്നുണ്ട്. ഭരതമോൻ എണീറ്റ് വരുമ്പോഴത്തേക്ക് ഒരുവിധം പണിയൊക്കെ തീർത്താലേ നടക്കുകയുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ അവൻ സമ്മതിക്കില്ല. അങ്ങനെ പുട്ടിനായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിതാ ഉള്ളിയും തക്കാളിയൊക്കെ സ്പീഡിൽ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്ത് വെച്ച് ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ഇതൊന്ന് വാട്ടിയെടുത്തിട്ട് കുറച്ച് തേങ്ങ അരവൊക്കെ ഇട്ടിട്ട് ചെറിയൊരു സിമ്പിൾ തക്കാളിക്കറിയാണ്. അങ്ങനെ ഹെവി ഒന്നുമല്ല കേട്ടോ. ഇനി നന്നായിട്ട് ഇത് വഴച്ചെടുക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ എന്താണ് ചായക്ക് സ്പെഷ്യൽ? നിങ്ങൾക്ക് എന്താ ചായക്ക് കൂട്ടാൻ ഇഷ്ടം എന്ന് പറയും കേട്ടോ. എനിക്ക് പുട്ട് അത്ര ഇഷ്ടമൊന്നും അല്ല, എനിക്ക് ദോശ ഇഡ്ഡലി അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് പുട്ടും കഴിക്കണമല്ലോ. അങ്ങനെ ഇവിടെ ഏട്ടനൊക്കെ പുട്ടിൻ്റെ ലവറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അധികം പുട്ട് തന്നെയാണ് ഉണ്ടാക്കൽ. പിന്നെ എളുപ്പവും പുട്ടുണ്ടാക്കാനാണല്ലോ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് പുട്ട് ഇഷ്ടമാണ്, പുട്ടിൻ്റെ കൂടെ എന്ത് കറി കൂട്ടാനാണ് ഇഷ്ടം എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ ഓരോ ദിവസവും ചിലപ്പം ചെറുപയർ കടല അങ്ങനെയൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിച്ച് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ മുട്ടയൊക്കെ തോലൊക്കെ പോക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളെ കറിയിലേക്ക് ഈ മുട്ട ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചാൽ നമ്മളെ കറി റെഡിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ വാട്ടി വെച്ച് അതിലേക്ക് മസാലയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ അരവൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് അതിനുശേഷം നമ്മൾ ആ തോല് പോക്കി വെച്ചിരിക്കുന്ന മുട്ടയൊക്കെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ തിളപ്പിച്ച് മൂടി വെച്ചാൽ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പുട്ടിൻ്റെ ആവിധ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാനിരിക്കുകയാണ് കേട്ടോ. പുട്ടും മുട്ടക്കറിയൊക്കെ കൂട്ടിയിട്ട് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്താ ബ്രേക്ക്ഫാസ്റ്റിന് ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല പുട്ടായിരുന്നു, നല്ല മുട്ടക്കറി ആയിരുന്നു കേട്ടോ. അപ്പം ബർത്ത്ഡേ ആയിട്ട് അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി അടുത്ത പരിപാടി നമ്മൾ സുന്ദര കുട്ടപ്പനെ കുളിച്ച് സുന്ദരനാക്കാന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ അവനതാ കുളിപ്പിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അവന് ഫുഡ് കൊടുക്കണം, അങ്ങനത്തെ പരിപാടിയൊക്കെ ആണ് കേട്ടോ. അപ്പോൾ അവൻ്റെ കൂടെ ഓടിക്കൊളിച്ച് ആകെ ക്ഷീണിച്ചിട്ടോ. അപ്പോൾ കുറച്ച് വത്തക്കൊക്കെ കഴിച്ച് നല്ലൊരു റിഫ്രഷ് ആവാം, ഒന്ന് തണുപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ വത്തക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞാനിതാ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നു ഒരു കല്യാണത്തിന്. അപ്പം വരുന്ന വഴിക്ക് നമ്മൾ ചമ്രവട്ടം പാലത്തിൻ്റെ അവിടെ വെച്ചിട്ട് നല്ല അടിപൊളി വത്തക്ക കൃഷി ഉണ്ട്. അവിടുന്ന് അവർ അപ്പം തന്നെ വിളവെടുത്തിട്ട് അവിടെ ഇങ്ങനെ വിൽക്കുന്നുണ്ട്. അവിടെ നിറയെ ആളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വത്തക്ക കഴിച്ചു. ഇനി അടുത്ത പരിപാടി ഭരത്മോനെ വാവാവോ ഉറക്കിലാണ് കേട്ടോ. അങ്ങനെ അവനെ സുന്ദരനാക്കി പൊട്ടൊക്കെ തൊടിയിപ്പിച്ച് അവനെ ഉറക്കിട്ടോ. അതിനുശേഷം ഞാൻ പാല് കുടിക്കാറുണ്ട് കേട്ടോ. ഡെലിവറിക്ക് ശേഷം എന്നും പാല് കുടിക്കും. ഡെലിവറി കഴിഞ്ഞ ആൾക്കാർ മാക്സിമം ഒരു ഗ്ലാസ് പാലെങ്കിലും ഡെയിലി കുടിക്കണം. കാരണം നമ്മളെ കാൽസ്യമൊക്കെ ഏകദേശം നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാൽസ്യത്തിൻ്റെ മരുന്ന് എടുക്കുന്നില്ലെങ്കിൽ എന്തായാലും നമ്മളൊരു ഗ്ലാസ് പാല് ഡെയിലി കുടിക്കാൻ മാക്സിമം നോക്കണം കേട്ടോ. അപ്പോൾ അതിനുശേഷം ബർത്ത്ഡേ സ്പെഷ്യൽ പായസമൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വൈകുന്നേരം ഒരു റിസപ്ഷന് പോകാനുണ്ട്. അതുകൊണ്ട് അതിൻ്റെ തന്ത്രപ്പാടിലായിരുന്നു. ഞങ്ങളിത് എല്ലാവരും മാറ്റി പായസമൊക്കെ കുടിച്ചതിന് ശേഷം മാറ്റി നമ്മൾ കാറിൽ കയറിയിട്ട് പുതിയാപ്പയിലായിരുന്നു കേട്ടോ റിസപ്ഷൻ. നമ്മൾ തൃശ്ശൂരായിരുന്നു പെണ്ണിൻ്റെ വീട്. അപ്പോൾ ഞങ്ങൾ റിലേറ്റീവ് ചെക്കനാണ്. അപ്പോൾ ചെക്കൻ്റെ വീട്ടിൽ റിസപ്ഷന് വേണ്ടി പോകാൻ കേട്ടോ. അങ്ങനെ അവിടെ പോയി നല്ല അടിപൊളി ബിരിയാണിയും കടായിയൊക്കെ കഴിച്ചിട്ടോ. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി ആകെ വേർത്ത് ക്ഷീണിച്ചു കഴിച്ചു. അപ്പം വീണ്ടും